ചുരുങ്ങിയ നിമിഷങ്ങൾ ദൈവവചന ധ്യാനത്തിനു വേണ്ടി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 24, 25, 26. യാക്കോബ് 2-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ആരെങ്കിലും ശബ്ദമുയർത്തി മൈക്കിൽ ഈ വേദഭാഗം വായിക്കും. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജ്ജീവമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം ഹൃദയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പകരാം. ഇന്ന് പകൽ നാം ധ്യാനിക്കുന്ന ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിനും വിശ്വാസത്തിനും, ഹല്ലേലൂയ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ അത് പരിശുദ്ധാത്മാവിനാൽ ദൈവം, ഹല്ലേലൂയ, നമ്മെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവചനത്തിനായി നന്ദി. വചനത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറന്നു തരുമാറാകണം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും ആത്മീയ, ഹല്ലേലൂയ, വളർച്ചയ്ക്കും കാരണമാക്കി തീർക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്, ഹല്ലേലൂയ, നാം ഇന്ന് പകലിൽ വായിച്ച് കേട്ടത്. പ്രവൃത്തിയും വിശ്വാസവും, അല്ലെങ്കിൽ വിശ്വാസവും പ്രവൃത്തിയും, ഈ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, അതിനെ പ്രൂവ് ചെയ്യുവാൻ യാക്കോബ് ഒത്തിരി വേഴ്സസിൽ കാര്യത്തെ ഉദാഹരണങ്ങൾ എടുത്ത് വ്യക്തമായി ആ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ്. അപ്പം ഈ വാക്യത്തിൻ്റെ തൊട്ട് മുൻപ് ഇപ്പം നമ്മൾ രാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് യാക്കോബ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന എടുത്ത് വായിച്ചു. എന്നാൽ അതിന് ജസ്റ്റ് മുമ്പായിട്ട് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആരുടെയാണ്? 21. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ നന്നായി നമുക്കറിയാം. എത്രയോ മെസ്സേജുകൾ നാം കേൾക്കുന്നതാണ്, നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് എഴുതിയതിനു ശേഷം വളരെ അൺലൈക്ലി ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് യാക്കോബ് ചൂസ് ചെയ്യുന്നത്. ഈ കോൺസെപ്റ്റ് നമ്മൾ നന്നായി മനസ്സിലാക്കുവാൻ രാഹാബ് എന്ന വേശ്യയെ അവിടെ കൊണ്ടുവരികയാണ്. സ്തോത്രം. ഒരിക്കലും സാധാരണ വിധത്തിൽ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം ഈ രാഹാബിനെ കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ വളരെയധികം നമ്മളുടെ ഫെയ്ത്ത് ലൈഫിനെ യഥാർത്ഥമായി ഒന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു പാറ്റേൺ ഈ രാഹാബിൻ്റെ ലൈഫിനകത്ത് നമുക്ക് കാണാനിടയായിത്തീരും. ഒരു സാധ്യതയുമില്ലാതെ, ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയാൻ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ഉള്ള ഒരു സ്ത്രീ. 2, അവൾക്ക് ആ പട്ടണത്തിൽ തന്നെ ബൈ ഹെർ പ്രൊഫഷൻ ഷീ ഈസ് അഗെയിൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ക്യാരക്ടറുമായിട്ടുള്ള ബന്ധത്തിൽ, മൊറാലിറ്റിയുമായി ഉള്ള ബന്ധത്തിൽ ഒന്നും ഒരു ക്രെഡിറ്റും പറയുവാനില്ലാത്ത ഒരു സഹോദരി. എന്നാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നുവെന്ന ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് ഈ രാഹാബിൻ്റെ ലൈഫിൽ നമ്മൾ കാണുന്നത്.
യോശുവയുടെ പുസ്തകത്തിലേക്ക് യോശുവ 2-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, സ്തോത്രം, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. മതി. സ്തോത്രം, ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം തരാം. യോശുവ മെസ്സഞ്ചേഴ്സിനെ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി 2 പേരെ അയക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? എരികോ ദേശം ഒന്ന് സ്പൈ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഈ ദേശത്തേക്ക് കടന്നു വരുന്നു. അപ്പം വളരെ സീക്രട്ടാണ് സ്പൈയിങ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം എക്സ്ട്രീംലി സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷനാണ്. എങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് വായിക്കുമ്പോൾ ഈ 2-ാം വാക്യത്തിൽ 2:2 ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. അപ്പം അത്യാവശ്യം നല്ല ഒരു ഇന്റലിജൻസ് ഉള്ള ഒരു രാജ്യമായിരുന്നു ജെറിക്കോ എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവര് ആരോടെങ്കിലും ഈ യാത്രയിൽ ഞങ്ങൾ ഇന്ന ഉദ്ദേശത്തിനാണ് ദേശത്ത് വന്നിരിക്കുന്നതെന്നുള്ള സന്ദേശം ആരോടും അവർ പറഞ്ഞു കാണത്തില്ല. എങ്കിലും യെരികോ രാജാവിൻ്റെ ചെവിയിൽ സന്ദേശം എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ദേശത്തുനിന്ന് 2 പേര് ദേശമൊറ്റു നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. സ്തോത്രം. ഈ ഇൻട്രഡക്ഷനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ ദൂത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം ഓർക്കും, നാം ഒരു ദേശത്തേക്ക് വരുമ്പോൾ, അല്ലെ നാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരുമ്പോൾ, ആ ദേശത്ത് നമ്മെ അറിയാനോ അല്ലെ നമ്മുടെ പശ്ചാത്തലമോ നമ്മുടെ ഉദ്ദേശമോ നമ്മുടെ ലക്ഷ്യമോ ഒന്നും അറിയാൻ ആർക്കും സാധ്യതയില്ല എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളൊരു ദൈവ പൈതലാണോ? നിങ്ങളുടെ മേലൊരു വിളി കടപ്പുണ്ടോ? നിങ്ങളുടെ മേൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിച്ച വ്യക്തിയാണോ? ആ ദേശത്തിൻ്റെ അധിപതിക്ക് ഒരു കാര്യം മനസ്സിലാകും. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗരാജ്യത്തിൻ്റെ അംബാസിഡേഴ്സ് ആയിട്ട്, ദൈവരാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ മണ്ണിനകത്താരോ കാല് ചവിട്ടി എന്നുള്ളത് വ്യക്തമായി അന്ധകാര മണ്ഡലങ്ങൾക്ക്, സ്പിരിച്വൽ റലത്തിന് വ്യക്തമായ ബോധ്യം ലഭിക്കുമെന്നുള്ളത് നാം മറന്നു പോകരുത്. പലപ്പോഴും നാം ആരാണെന്ന് നാം മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നാം മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഹല്ലേലൂയ, സ്തോത്രം, നാം ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പ്രിയപ്പെട്ട ഒരു സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരു PhDക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയായിരിക്കാം ഞാൻ ഈ പട്ടണത്തിൽ വന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയല്ല. സ്തോത്രം. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളുടെ ആയുസ്സിനകത്ത് ദൈവം നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പട്ടണത്തിനകത്ത് ദൈവം നിങ്ങളുടെ മേൽ നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദൗത്യം നിർവഹിച്ച ദൈവ മുൻപിൽ, ഹല്ലേലൂയ, സ്തോത്രം, സാക്ഷ്യം പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുന്ന. ഒരു കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരോ നിങ്ങളുടെ കുടുംബമോ അല്ല, നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ആരും നിങ്ങൾ വന്നിരിക്കുന്നതായ ആ സ്പിരിച്വൽ എലമെന്റ് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയാലും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ, ഹല്ലേലൂയ, സ്തോത്രം, we are not fighting against flesh and blood. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പോരാട്ടം ജഡ രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ, ഹല്ലേലൂയ, ദുഷ്ടാത്മ ശക്തികളും ഈ അന്ധകാരത്തിന്റെ ശക്തികൾ, ഈ മേഖലകളോട് നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിനകത്തുനിന്ന് ഒരു അവധി നമുക്കെടുത്ത് പിന്നെ, ഹല്ലേലൂയ, പിന്നെ
കാണാമെന്ന് വരാൻ കഴിയത്തില്ല. ഏത് സമയത്തും യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ദൈവഹിതത്തിന്റെ മധ്യത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ദൈവ പൈതലും ഈ ആത്മീയ പോരാട്ടത്തിനകത്ത് നിരന്തരമായി നിൽക്കുന്നു എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം നാം മറക്കരുത്. നമുക്ക് പ്രതിയോഗിയായുള്ള ശക്തികൾ അത് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്നലെ ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പോൾ ഒരു ദൈവദാസൻ പറയുകയായി തീർന്നു. അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അല്ല ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി തിരിച്ച് രാത്രിയിൽ കടന്നു വന്നപ്പോൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ വലിയ ഇരുണ്ട ഈ ഒരു രൂപം തന്റെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നു. നീ എന്തിനാ ഇവിടെ വന്നത്? നീ എന്തിനാ ആ വീട്ടിൽ പോയത്? എന്റെ ആളിന്റെ അടുത്ത് നീ എന്തിനാ പോയത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പോലും അവന്റെ അടിമത്തത്തിനകത്തുനിന്ന് ഒരിക്കലും സ്വാതന്ത്ര്യത്തിനകത്തേക്ക് വിട്ടു തരികയില്ലെന്ന് പറഞ്ഞ് ആ ഹല്ലേലൂയ സ്തോത്രം ബലവാനെ പോലെ അതിനെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ചിലതിന്റെ കെട്ടഴിച്ച് ആ കഴുതയെ അഴിച്ചോണ്ട് വരുവാൻ കർത്താവിന്റെ കൽപ്പന കേട്ടപ്പോൾ ദൈവശബ്ദത്തിന് അനുസരണക്കേട് കാണിക്കാതെ ചില ആത്മാക്കളെ നിത്യജീവങ്കിലേക്ക് അഴിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യം ദൈവം കൈമാറിയ ചില ദൈവമക്കളാണ് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ, ദൈവം എന്നെ കുറിച്ച് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു വിളിയുണ്ട്, എന്നെ ദൈവം ഓരോ സ്ഥലങ്ങളിൽ അയക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉന്നത ലക്ഷ്യമുണ്ട് എന്നുള്ള ബോധ്യം മറന്നു പോകാതെ ആത്മീയ പോരാട്ടത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം നാം ആയിരിക്കുമ്പോൾ സർവായുധ വർഗം എടുത്ത് ഹല്ലേലൂയ സ്തോത്രം പിശാചിനോട് പോരാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കാം. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവിൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ഈ രാഹാബിന്റെ വീട്ടിൽ പലരും കയറി ഇറങ്ങുന്ന ഒരു ഭവനമായത്. എന്നാൽ അവർ വരുന്നത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടെ. എന്നാൽ ഇസ്രായേലിൽ നിന്ന് കടന്നു വന്ന ഈ 2 പുരുഷന്മാരെ കണ്ടപ്പോൾ അവളുടെ ആദായത്തിന് വേണ്ടി ഒരു സാധ്യതയല്ല അവൾ കണ്ടത്. ഇത് അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു മുഖാന്തരമാണെന്നുള്ള ഒരു വെളിപ്പാട് ദൈവത്തിൻ്റെ ആത്മാവ് അവളുടെ ഹൃദയത്തിനകത്ത് നൽകി കൊടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. മുന്നോട്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സാധ്യതകളും മുന്നിൽ കാണുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രത്യേകമായ ഹല്ലേലൂയ സ്തോത്രം ഒരു നന്മയും പറയുവാനില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സാധ്യത ജീവിതത്തിന്റെ മുൻപിൽ കർത്താവ് കൊണ്ടുവരുമ്പോൾ ഇത് ദൈവത്താൽ വന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ഇത് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിന്റെ മുൻപിൽ എൻ്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ട്രജക്ടറി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുവാൻ ഒരു സാധ്യതയാണ് ദൈവം എൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് അവളുടെ അന്തരാത്മാവിൽ അവൾ ബോധ്യപ്പെട്ടപ്പോൾ അവളുടെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ന് വരെ അവൾ പ്രതികരിച്ചതുപോലെയല്ല, ഇന്ന് വരെ അവൾ ചിന്തിച്ചതുപോലെയല്ല. ഹല്ലേലൂയ സ്തോത്രം. വളരെ വ്യത്യസ്തമായി ഒരു ദൈവാത്മാ നിയോഗിതയായി അവൾ പ്രവർത്തിക്കുന്ന അവളുടെ ജീവിതത്തിൻ്റെതായ പ്രവർത്തികൾ നമ്മൾ ഇതിനകത്ത് കാണുന്നു. അവരെ സൂക്ഷിക്കുകയാ, അവരെ ഹല്ലേലൂയ സ്തോത്രം രാജാവിന്റെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാത്ത വിധത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അവരെ ഒളിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. സ്തോത്രം. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ സ്തോത്രം വീണ്ടും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
എന്നാലും അവളൊരു കള്ളവല്ലേ പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ മെട്രോയുടെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി മെട്രോയ്ക്ക് പോകാനുള്ള എൻട്രൻസ് തപ്പിക്കൊണ്ടിരുന്നപ്പം ഡാഡി ഒരാളോട് ചോദിച്ചപ്പം ആ ഒരു സഹോദരി പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി വന്ന വഴിയിലോട്ട് തന്നെ തിരിച്ച് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് അടുത്ത ആളിനോട് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തന്നു. അപ്പം അല്ലായിരുന്നെങ്കിൽ ഒന്നാമതേ നമ്മൾ സമയം പോയി അറിയാത്ത സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ തപ്പി നിൽക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇപ്പം വളരെ സൂക്ഷിക്കണം. മനഃപൂർവ്വം തെറ്റിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എന്തോ ആണെങ്കിലും വഴി ചോദിച്ചതല്ലേ, എന്നാ ഒരു അരമണിക്കൂറും കൂടെ അവർ കറങ്ങിയേച്ച് പോട്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വം വഴി തെറ്റിച്ച് വിടുന്ന ആൾക്കാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഇവിടെ രാഹാബിന്റെ ആ പ്രവൃത്തി നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുകയല്ല എങ്കിൽ പോലും സ്തോത്രം, വാട്ട് വാസ് ഗൈഡിങ് ഹർ, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവളുടെ ഹൃദയത്തിനകത്ത്. ഈ വീട്ടിനകത്തോട്ട് കയറിയാൽ അവിടെ സെർച്ച് ചെയ്യും, കണ്ടുപിടിക്കും. വീട്ടിനകത്തോട്ട് കയറ്റാതെ മറ്റൊരു വഴിയായി അവരെ പറഞ്ഞു വിടുന്ന ഒരു സംഭവം നമ്മളിവിടെ കാണുന്നു. അടുത്തത് അതിൻ്റെ 7-ാം വാക്യമൊക്കെ ചരിത്രമാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ 9-ാം വാക്യം മുതൽ സ്തോത്രം 9-ാം വാക്യം മുതലാണല്ലോ നമ്മൾ വായിച്ചത്. 9 മുതൽ 11 വരെയുള്ള വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കണം. വലിയ സ്തോത്രം. ഒരു കാനനൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു രേഹബിന് എങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു റെവലേഷൻ അവളുടെ ഹൃദയത്തിനകത്ത് കിട്ടിയത് എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം. 9, 10, 11 വാക്യങ്ങൾ. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. സ്തോത്രം. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ അവൾ അറിയുന്നു. ഇത് അവൾക്കൊരു സംശയമല്ല. ചിലരുണ്ട് ഒരു ചാൻസ് ആണ്, എങ്ങനെ ഒരു ചെറിയ സാധ്യത മാത്രം കണ്ടിട്ട് അവിടെയും ഒരു കാല് ഇവിടെ ഒരു കാല്, അങ്ങനെയല്ല. ഇവിടെ രാഹാബ് മുഴുവനായി പറയുകയാണ്, I totally know. I know that the Lord has given you the land. ഈ ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം, ഹല്ലേലൂയ സ്തോത്രം, a faith in a very special dimension. ഹല്ലേലൂയ സ്തോത്രം. ഈ സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല. യെരികോ എന്ന് പറയുന്ന ഈ ഒരു ഭയങ്കര ഫോർട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓൾറെഡി ദൈവജനത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഫെയ്ത്ത് ഇൻ വേർഡ്സ്. ഹല്ലേലൂയ. വിശ്വാസം വാക്കുകളിലൂടെ. ഹല്ലേലൂയ സ്തോത്രം. രാഹാബിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ് പലതും. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, ഹല്ലേലൂയ കർത്താവ് വാഗ്ദത്തം നൽകി തന്നിട്ടുള്ളതാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവം ഇതിങ്ങനെ തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ദൃശ്യമായി നോക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, വലിയ എരികോ വാൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ വെച്ച് അവൾ പറയാണ്, ഇത് ഓൾറെഡി സംഭവിച്ചിരിക്കുക. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ സ്തോത്രം, കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് എന്നുള്ളത് നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഭവം. അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് നടന്നില്ലേ, അങ്ങനെയല്ല. ഐ നോ. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ എൻ്റെ ഉപനിധി അന്ത്യത്തോളം കാപ്പാൻ ശക്തനാണ്. ഐ നോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം, I've read the whole Bible and I've read the last page of the Bible and I know that everything will be well. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യം, ഈ വചനം മുഴുവൻ വായിച്ചു, ഈ വചനത്തിന്റെ അവസാനത്തെ പേജും ഞാൻ വായിച്ചു. ദൈവജനത്തിന് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, അവസാനം ഒരു നല്ല ശുഭഭാവിയുണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന് ദൈവദാസൻ പറയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, കൺഫെസിംഗ് ഫെയ്ത്ത് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ഡു. ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അടുത്ത വാക്യം, അതിന്റെ 10-ാമത്തെ വാക്യം, ഈ വിശ്വാസം ഇവൾക്ക് എവിടുന്ന് വന്നു? ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാൽ വന്നു. എന്തോ കേട്ടു? 10-ാം വാക്യം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന് 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കാലത്ത്, BBC ഇല്ലാത്ത കാലത്ത്,
ഈ പറഞ്ഞ മീഡിയയും ഒന്നും തന്നെ ഡെവലപ്പ് ആയിട്ടില്ലാത്ത ഒരു കാലത്ത് മിസ്രൈമിൽ നടന്ന ദൈവിക പ്രവൃത്തി എവിടെ റിപ്പോർട്ട് ചെയ്തു? ജെറിക്കോയിൽ. ഹല്ലേലൂയ. ഓഗ്, സീഹോൻ ഈ രാജാക്കന്മാരെ തകർത്ത വിവരം എവിടെത്തി? ജെറിക്കോയിലെത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ചില കാര്യങ്ങൾ ചിലരുടെ കാതുകളിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാതൊരു സാധ്യതയുമില്ലെങ്കിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി ചില സന്ദേശങ്ങൾ ദൂരദേശങ്ങളിൽ എത്തിക്കുവാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലർ മറന്നു പോയല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ മറന്നുപോയ ചിലരെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ വിചാരിക്കാത്ത, ചിന്തിക്കാത്ത, നനയ്ക്കാത്ത വിധങ്ങളിലൂടെ, വഴികളിലൂടെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ ചില ദൂരദേശങ്ങളിൽ സന്ദേശങ്ങൾ എത്തിക്കുവാൻ, ചില മറന്നുപോയവരെ ഓർപ്പിക്കുവാൻ, ചില കാര്യങ്ങൾ അവരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി ആർ പോകും, എനിക്ക് വേണ്ടി ആർ സംസാരിക്കും, എനിക്ക് അനുകൂലമായി ആര് പ്രവർത്തിക്കുമെന്ന് ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഇപ്പകൽ ആത്മാവിൽ വചനത്തിലൂടെ ദൂത് പറയുകയാണ് ദൈവാത്മാവ്. അത് നീ ചിന്തിക്കാത്ത വഴികളിലൂടെ, നീ വിചാരിക്കാത്ത, നിരൂപണിക്കാത്ത വിധങ്ങളിലൂടെ നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവം ചില മുഖാന്തരങ്ങളെ, വഴികളെ ഒരുക്കുന്ന ദൈവമാണ്. രാഹാബിന്റെ വിശ്വാസത്തിൽ വർദ്ധിക്കേണ്ടതിന് വിശ്വാസം ഇല്ലാത്തടത്തുനിന്ന് അവളുടെ ഹൃദയത്തിനകത്ത് ദൈവം ആരാണെന്നുള്ളതും ദൈവം എന്ത് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതും ദൈവിക ആലോചന എന്തെന്നുള്ളതും തന്റെ ആലോചന പ്രകാരം തന്റെ ജനത്തെ നടത്തുന്ന ദൈവമാണത്. ഓ, പിന്നത്തേതിൽ അവനെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്നുള്ള ആ യഥാർത്ഥമായ ദൈവിക പദ്ധതി ഹല്ലേലൂയ അവളുടെ ഹൃദയത്തിനകത്ത് മനസ്സിലാക്കുവാൻ ദൈവമിടയാക്കി. ഹല്ലേലൂയ. അതിനുശേഷം അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 11. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഭാഗത്ത് യോശുവയും ഒരു വലിയ സമൂഹം, ഇസ്രായേൽ ജനവും ഈ വലിയ യെരിഗോയെ നോക്കി അവരുടെ ഹൃദയം മാനുഷികമായി ഇങ്ങനെ ഒന്ന് ഉരുകുന്ന ഒരു സാധ്യതയിലൊക്കെ നിൽക്കുക. എന്നാന്ന് വെച്ചാൽ പല ന്യൂസ് അവരുടെ കാതുകളിൽ എത്തുന്നത്. എന്നാൽ സ്തോത്രം, നിങ്ങൾ നിമിത്തം ഞങ്ങളുടെ ഹൃദയം ഉരുകിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവിന്റെ വലുപ്പവും ആ തടസ്സങ്ങളുടെ ഉയരവും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിബന്ധങ്ങളും ഏറ്റവും ഉയർന്നു നിൽക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഒരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറത്ത് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ആരാണെന്നും നമ്മളുടെ ദൈവം ആരാണെന്നും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ നടത്തിയ വഴികളെ കുറിച്ചുള്ള സന്ദേശം അപ്പുറത്തെത്തി പലരുടെയും ഹൃദയം ഉരുകിയിരിക്കുകയാണ്. അവരുടെ ധൈര്യം കെട്ടുപോയിരിക്കുകയാണ്. ഹല്ലേലൂയ, മെൽറ്റഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ഹാർട്ട്സ് മെൽറ്റഡ്. ഹല്ലേലൂയ. മെൽറ്റ് ചെയ്യുന്ന എപ്പോഴാ? ചൂട് പിടിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടതിനെ കുറിച്ചുള്ള ഹല്ലേലൂയ, സ്തോത്രം, ന്യൂസ് അവിടെ എത്തുമ്പോൾ അവിടെ തീ കത്തുകയാണ്, ഹൃദയങ്ങൾ ഉരുകുകയാണ്. ഹല്ലേലൂയ. neither did there remain any more courage in anyone because of you. അതെങ്ങനെയാ മലയാളത്തിൽ എങ്ങനെയാ? നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. ധൈര്യം കെട്ടുപോയി. യുദ്ധം ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന എന്തുവാ? ധൈര്യമാണ്. ഈ ധൈര്യം കെട്ടുപോയി. സ്തോത്രം. നിങ്ങൾ നിമിത്തം ധൈര്യം കെട്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ.
ഇന്ന് പകൽ സ്തോത്രം ദൈവജനത്തിന് പോരാട്ടമുണ്ട്, സ്പിരിച്വൽ വാർഫെയർ ഉണ്ട്, പല വിധത്തിൽ പ്രതിബന്ധങ്ങൾ നാം നേരിടുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സ്തോത്രം, നാം സേവിക്കുന്ന ദൈവം ആരാണെന്നും നമുക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയതും, ചെങ്കടലിനെ തുറന്ന് വഴി തുറന്ന് അത്ഭുതം ചെയ്തതും, മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച്, ഫറവോന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച്, വലിയ ഓഗ സീഹോൻ എന്ന രാജാക്കന്മാരെ വെട്ടിമാറ്റി നമുക്ക് വേണ്ടി പല വാഗ്ദത്തങ്ങളെയും കൈവശമാക്കി നൽകി തന്ന ദൈവത്തിന്റെ വിധങ്ങളെയും വഴികളെയും അത്ഭുതങ്ങളെയും കുറിച്ച് സ്തോത്രം ഉള്ള കാര്യം നാം ഓർക്കുമ്പോൾ സ്തോത്രം, നാം ഇന്ന് ധൈര്യപ്പെടണം, നാം ഇന്ന് ഉറയ്ക്കണം. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അന്ത്യത്തോളം നടത്തുവാൻ അവൻ ശക്തനാണെന്ന് പൂർണ്ണമായി ഉറച്ചുമിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഈ പകൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധി ഉറയ്ക്കട്ടെ. സ്തോത്രം, ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. സ്തോത്രം, ഹല്ലേലൂയ. ഇതിന്റെ ഇടയിലുള്ള സ്തോത്രം എരികോ അല്ല നിങ്ങൾ കാണേണ്ടത്, അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവം ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കിയിരിക്കുകയാണ്. ദൈവം ഇതാ ദേശത്തെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത കാര്യമാണ് വളരെ ആഴമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 11 അവസാന പദം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യഥാർത്ഥമായി സാൽവേഷനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായം. ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയും. എന്താണ്? കർത്താവിനെ ദൈവമെന്നും അല്ലേ, രക്ഷകനെന്നും കർത്താവെന്നും ഏറ്റുപറയുമ്പോൾ രക്ഷ സംഭവിക്കും. അങ്ങനെയെങ്കിൽ സ്തോത്രം, രാഹാബിന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ആദ്യ പടി അവിടെ നടക്കുകയാണ്. നിങ്ങളുടെ ദൈവമാണ് മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും സർവശക്തനായ യഥാർത്ഥ ദൈവം എന്നുള്ള കൺഫെഷൻ അവൻ അവിടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു കൺഫെഷനെ കർത്താവ് എന്ത് ചെയ്യുവാണ്? ഒരു കവനന്റിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിയമബന്ധത്തിനുള്ളിലേക്ക് രാഹാബ് വരികയാണ്. എ വെരി അൺലൈക്ലി കാൻഡിഡേറ്റ്, ബട്ട് ഷീ ഈസ് ഗെറ്റിംഗ് ഇൻ ടു എ കവനന്റ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് തുടർന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും, ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും. ഹല്ലേലൂയ. ഒരു കവനന്റ് അവിടെ പറയുകയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭവനത്തിനകത്ത് ഒരു ഹസ്ബൻഡ് ഫിഗർ ഈസ് മിസ്സിംഗ്. നമുക്കറിയാം ഒരു സ്പിരിച്വൽ ഹൈറാർക്കി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. അപ്പം ക്രൈസ്റ്റ്, ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. അപ്പൊ ഈ ഹൈറാർക്കി അവിടെ മിസ്സിംഗ് ആണ്. എങ്കിൽ പോലും അവളുടെ ഹൃദയത്തിനകത്ത് എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. അവൾ സ്വാർത്ഥമായി അവളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, അവളുടെ ഫാമിലിയെ കുറിച്ച്, അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളും ഇവരെല്ലാവരും ഇനി സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, ദൈവം അവർക്ക് ഈ ദേശത്തെ കൊടുത്തിരിക്കുകയാണ്. അവർ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരാളെ പോലും ശേഷിക്കാതെ എല്ലാവരെയും വാളിന്റെ അറ്റം കൊണ്ട് എന്ത് ചെയ്തിരിക്കും? വെട്ടിക്കളയും. അങ്ങനെയെങ്കിൽ ഷീ വാസ് വെരി കൺസേൺ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. അവളുടെ
തിരിച്ചറിവ്, അവളുടെ റെവലേഷൻ, അവളുടെ തീരുമാനം, അവളുടെ കവനന്റ്, അത് കുടുംബത്തിന്റെ രക്ഷയായി മാറുവാനിടയായി തീർന്നു എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു. അടുത്തത്, അവരെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് രക്ഷിക്കുവാനുള്ള മാർഗമാണ്. 14 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും എന്നുത്തരം പറഞ്ഞു. എന്നാറെ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങിപ്പോരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പിൻ, അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെ നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. സ്തോത്രം. ഒരു ചുവപ്പ് ചരട് എന്ത് ചെയ്യണം? കിളിവാതിൽക്കൽ കെട്ടണം. കവനന്റ് അവർ തമ്മിൽ കൺഫേം ചെയ്തു. പക്ഷെ ആ കവനന്റിനെ ഉറപ്പിക്കുന്ന ഒരു സ്കാർലറ്റ് കോഡ് വിൻഡോയിൽ ടൈ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ചെയ്തില്ല എങ്കിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. ഈ കവനന്റിന് ഒരു വാലിഡിറ്റിയുമില്ല. അപ്പം അവർ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് അതിന്റെ 21-ാമത്തെ വാക്യം. അതിനവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമായത്. നമ്മൾ സാറിന് ഏതായാലും ഇനിയൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇവരിനി പതുക്കെ നമ്മൾ സാവകാശം നാളെ ആകട്ടെ അല്ലെ വൈകിട്ടാകട്ടെ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ ആ ഒരു വാക്യം തീരുന്നതിനകം അവര് വീട്ടിൽ നിന്ന് ഏത് നിമിഷം ഇറങ്ങിയോ ആ സമയത്ത് ഒരു ചുവപ്പ് ചരട് കണ്ടുപിടിച്ച് അത് ആ ജലന്മേൽ അവൾ കെട്ടുവാനിടയായി തീർന്നു. ഇത് ഒരടയാളമാണ്. കുഞ്ഞാടിന്റെ രക്തവും സാക്ഷിവചനം നിമിത്തം അവർ പിശാചിനെ ജയിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മിസ്രൈമിൽ സംഹാരകൻ അടുക്കാതെ വണ്ണം, ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടി. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയ ഒറ്റ ഭവനത്തിനകത്തേക്കും സംഹാരകൻ കയറിയില്ല. അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത്. അത് നമുക്ക് ദൈവവുമായി ഒരു ഉടമ്പടിയുണ്ട്. ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ, ഇതിനെ ന്യായം വിധിക്കുവാൻ യേശു വരുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശുവുമായി ഒരു ഉടമ്പടി ബന്ധത്തിനകത്തേക്ക് നമ്മുടെ പശ്ചാത്തലമൊന്നും നമുക്ക് പുകഴ്ചയായി പറയുവാനില്ല. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ സ്നേഹിച്ച യേശുവിന്റെ മഹാസ്നേഹം സാധ്യതയില്ലാത്തടത്ത് ഒരു അൺലൈക്ലി കാൻഡിഡേറ്റ് ആയിരുന്ന ഒരു രാഹാബിനെ തേടിയെത്തിയതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മഹാസ്നേഹം തേടിയെത്തുവാനിടയായി തീർന്നു. അത് ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ രക്ഷ പ്രാപിച്ച യേശുവിനോട് കൂടെ, ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിനോട് കൂടെ ചേരുവാൻ തക്കവണ്ണം, ആ കവനന്റിനെ ഉറപ്പിക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്ര, സ്നാനമേറ്റ ദൈവമക്കളായ നമുക്ക്, ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ, ഒരു ഉറപ്പുണ്ട്. നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. ഹല്ലേലൂയ. തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഒരു അടയാളം നമ്മുടെ മുകളിലുണ്ട്. രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. യേശുവിന്റെ രക്തമാണ് നമ്മുടെ അടയാളം. ഹല്ലേലൂയ. ശത്രുവിന് നമ്മെ തകർക്കാൻ കഴിയാത്തത് നമ്മുടെ മേൽ യേശുവിന്റെ ചോരയുടെ അടയാളമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് വീണ്ടെടുപ്പ് നാളിനായി നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ ശത്രുവിന് നമ്മളോട് അടുക്കാൻ കഴിയാതെ വണ്ണം ദൈവിക സംരക്ഷണത്തിന്റെ പരിപാലനം നമ്മുടെ കൂടെയുണ്ട്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഏത് സമയത്തും ഹല്ലേലൂയ ഒരു കാര്യം ഓർക്കണം, കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷിവചനത്തിന്റെ മുദ്രയാലും അവർ പിശാചിനെ ജയിച്ചു.
ഇന്ന് പകലിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു സാധ്യതയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ പുണ്യാക രക്തം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയായി. ഹല്ലേലൂയ, ഈ പകൽ രക്തത്തിന്റെ ശക്തി, കാൽവറി ക്രൂശിൽ നിന്ന് ഒഴുകിയ രക്തത്തിന്റെ ശക്തി ഉച്ചതല മുതൽ ഉള്ളക്കാൽ വരെ ഓരോ ശരീരങ്ങളിലും ഇന്ന് പകൽ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തിനകത്ത് ക്ഷീണം കൊണ്ടിടുന്ന, രോഗം കൊണ്ടിടുന്ന, പലപ്പോഴും ഭീതി കൊണ്ടിടുന്ന, ഭയപ്പെടുത്തുന്ന പലവിധമായ രോഗബന്ധനങ്ങൾ, പലവിധമായ മാനസികമായ അസ്വസ്ഥതകളുടെ മേലും ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താലുള്ള വിടുതലും ശക്തിയും വ്യാപരിച്ചിറങ്ങണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷിവചനത്തിന്റെ മുദ്രയാലും പിശാചിനെ ജയിച്ചു. Thank you Jesus. We give you glory. Hallelujah. Hallelujah. നമ്മുടെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെരിഹോവിനെ ഒറ്റുനോക്കാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്ന് വരെയും ഇസ്രായേലിൽ പാർക്കുന്നു. അവൾ ഇന്ന് വരെ ഇസ്രായേലിൽ പാർക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒറ്റ കാര്യമാണ്, അവളുടെ ജീവിതത്തിനകത്ത് തെറ്റുകളുടെ ഒരു നിര തന്നെ അവളുടെ ജീവിതത്തിന്റെ പുറകിലുണ്ട്. വിരോധവും പ്രതികൂലമായുള്ള കൈയെഴുത്ത് എടുത്തു നോക്കിയാൽ എഴുതിയിട്ടുള്ളത് ഒരു വലിയ നിര തന്നെ. ജീവിതത്തിന്റെ തെറ്റുകൾ, അവരെ കുറിച്ചുള്ള കുറവുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, ആ പാപങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ഉള്ളപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം ജീവിതത്തിന്റെ രക്ഷയുടെ സാധ്യത ദൈവം അവളുടെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് കേട്ടത് കേൾവി വിശ്വാസമായി പരിണമിച്ചു. അത് അവളുടെ രക്ഷയായി തീർന്നു. അവൾ അവരെ ഹൃദയത്തിൽ, ജീവിതത്തിലേക്ക്, അവളെ കുടുംബത്തിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തിയത് നിമിത്തം, അവരെ സംരക്ഷിച്ചത് നിമിത്തം അവൾ യെരിഗോയിലുള്ള മറ്റെല്ലാവരുടെയും കൂടെ നശിച്ചു പോകാതെ അവൾ എവിടെ പാർക്കുന്നു? ഇസ്രായേലിൽ പാർക്കുന്നു. ഒരു പടിയും കൂടെ കടത്തി പറഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഇസ്രായേൽ പ്രഭുവായ സൽമോനെ അവൾ വിവാഹം കഴിക്കുന്നു. അവൾ ബോവസിനെ ജനിപ്പിക്കുന്നു. ബോവസ് ഓബേദിനെ ജനിപ്പിക്കുന്നു. ഓബേദ് ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അല്ല, നാം സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ ജീനിയോളജിക്കകത്തേക്ക് രാഹാബ് പ്രവേശിക്കുന്നു. എത്ര അത്ഭുതമാണ്, എത്ര അത്ഭുതമാണ്! ദൈവത്തിന്റെ സ്നേഹം എത്ര അത്ഭുതമാണ്! ഹല്ലേലൂയ. യാക്കോബ് വെറുതെയല്ല അബ്രഹാമിനെ കുറിച്ച് എഴുതിയതിനു ശേഷം രാഹാബിനെ കുറിച്ച് എഴുതുന്നത്. ഷീ ഹാസ് ടു ബി ദേർ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്ത ഒറ്റ കാര്യം, ആ വിശ്വാസം പ്രവൃത്തിയായി പരിണമിച്ചു. ആ പ്രവൃത്തി അവളെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറായി അവളെ കൊണ്ട് ഒരു സാധ്യതയുമില്ലാത്ത ഇസ്രായേൽ ഭവനത്തിനകത്തേക്ക് അവളെ കൊണ്ടുവന്നെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിനകത്തേക്ക് നമ്മെ കൊണ്ടുവന്ന കർത്താവിനെ ഈ പകൽ നന്ദിയുള്ള ഹൃദയത്തോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് യേശുവിൻ നാമത്തിൽ പാപത്തിന്റെ ആഴമേറിയ കുഴിക്കകത്ത്, ചേറ്റിനകത്ത് കടന്ന് നമ്മെ തേടിയെത്തിയ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ജുഡവ ശമന രഗദൽ ഖരാദര ജുഡമനഗടക ശംധേരിയാദല റിഖമന ഹതുനാദര ജുഡമനഗടക ശൈഡവതുരാദര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിത്യഭവനത്തിലേക്ക്, സിയോനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹം, നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന തന്റെ പുത്രന്റെ രക്തത്തിന്റെ വിലയാണ്. ഒരു ഉടമ്പടി ബന്ധത്തിനകത്തേക്കല്ലയോ ദൈവം നമ്മെ കൊണ്ടെത്തിച്ചത്. കർത്താവേ, ഈ നല്ല പകലിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഈ ആരാധനയുടെ ആദ്യോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതലായി, ദൈവിക സൗഖ്യമായി, ഒരു കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ, വിശ്വാസത്തെ പ്രവൃത്തിയെ രക്ഷയിലേക്കും കൊണ്ടെത്തിക്കുന്ന ഹല്ലേലൂയ ഒരു വലിയ ദൈവിക ഹല്ലേലൂയ സ്തോത്രം ടേണിംഗ് പോയിന്റായി ഇന്ന് പകലത്തെ ഈ ആരാധനയെ കർത്താവ് ഞങ്ങൾക്ക് തീർത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.